തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. ഇതിപ്പോൾ ഏകദേശം രാത്രി 9 മണിയാണ് സമയം. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ തലശ്ശേരി ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ചേച്ചിയുടെ വീട്ടിൽ കയറി അവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ടെന്നാണ് ഈ മുരിങ്ങയുടെ ഇല. ഈ മുരിങ്ങയുടെ ഇല കൈ കിട്ടിയാൽ ആ സ്പോട്ട് തന്നെ നന്നാക്കി എടുക്കണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ വന്ന ഉടനെ തന്നെ ഇരുന്നങ്ങ് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇപ്പം ഈ അടുത്തായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡേ ആകുമ്പോൾ ഞാൻ തലേ ദിവസം രാത്രി എല്ലാ പണിയും, അതായത് എൻ്റെ കുക്കിങ്ങൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് ഞാൻ ഫിനിഷ് ചെയ്ത് വെക്കും. അതായത് ഏകദേശം ഒരു 9 മണിക്ക് ശേഷമാണ് ഞാൻ ഈ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേങ്കിൽ എനിക്ക് ഇത് ഓക്കെയാണ്. കാരണം നമ്മുടെ ഫുഡൊന്നും മോശവും ആവുന്നില്ല പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക്. പിന്നെ രാവിലെ നമുക്ക് ഈ ജോലിക്ക് പോകുന്നവർക്കൊക്കെ നല്ല റിലാക്സ് ചെയ്തിട്ട് നമുക്ക് പോകാനും പറ്റും. ബാക്കിയുള്ള പണികൾക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. പിന്നെ നമുക്കൊരു ഫുൾ ഡേ റിലാക്സേഷൻ കിട്ടുന്ന ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മുരിങ്ങയില നന്നാക്കുന്നതിൻ്റെ ഇടയിലാണ് മീനെടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കാൻ, വെള്ളത്തിലിട്ട് വെക്കാൻ ഓർമ്മിച്ചത്. അപ്പോൾ അത് വേഗം പോയിട്ട് അത് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികൾ ഞാൻ എടുക്കുന്ന കാണുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയൊരു ആശ്വാസമാണ്. ചെറിയൊരു കാര്യമാണെങ്കിൽ തന്നെ എല്ലാ ജോലിയും ചെയ്യുന്ന നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക്, പ്രത്യേകിച്ച് ഒറ്റക്കൊക്കെ താമസിക്കുന്നവർക്ക് ഇത് നല്ലൊരു ആശ്വാസമായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ കുറച്ച് ഞങ്ങൾ ഒരുമിച്ച് നന്നാക്കിയതിന് ശേഷം പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് നാളത്തേക്ക് ഉണ്ടാക്കാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പിന്നെ മസാലയും ചട്നിയാണ്. പിന്നെ ചോറിനേക്കുള്ളത് നമ്മുടെ ഇപ്പോൾ ആക്കിയ മുരിങ്ങയുടെ ഇലയുടെ ഉപ്പേരിയും പിന്നെ മീൻ കറിയും മീൻ പൊരിച്ചതും. ഇത്ര ഐറ്റംസാണ് എനിക്ക് കുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ മസാല ദോശക്കുള്ള ഈ മസാലയുടെ വെജിറ്റബിൾസൊക്കെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നേരെ കട്ട് ചെയ്തിട്ട് ഇനി കുക്കറിലേക്ക് ഇടുകയാണ്. അപ്പോൾ കുക്കറിലേക്ക് ഇടുമ്പോൾ ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് വേവിച്ചക്കൽ മാത്രമാണ് ഇന്ന് ചെയ്യുന്നത്. അതായത് നമ്മുടെ മസാലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ച് വെക്കും, ഒരു 4-5 വിസിൽ. ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ വലിയ പീസായാലും കുഴപ്പമില്ല, കാരണം നമ്മൾ അടിച്ചെടുക്കുന്നതാണല്ലോ. അപ്പോൾ ദോശയും രാവിലെയാണ് ചുട്ടെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വേവിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ തണുത്ത് ചൂടാക്കി അപ്പോൾ അതൊന്നും നമ്മുടെ ഹെൽത്തിന് നല്ലതല്ലാന്നും കേൾക്കാം. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. അപ്പോൾ കുക്കറിൽ ഇത് വേവിച്ചിട്ട് അതേപോലെ തന്നെ അങ്ങ് അടച്ച് വെക്കുകയാണ്. ഞങ്ങൾക്കിവിടെ ഇപ്പോൾ ഈ ഒരു മസാലക്കായിട്ട് ഒരു ബീറ്റ്റൂട്ടും 2 ക്യാരറ്റും 2 പൊട്ടറ്റോ പിന്നെ ഒരു വലിയുള്ളിയും പച്ചമുളകും ഇത്രയാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു നമ്മുടെ ബീറ്റ്റൂട്ട് കൂടി അവിടെ ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. കാരണം 2 ക്യാരറ്റും കൂടി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഉപ്പേരിക്കുള്ള വകയായി. ഇനിയിപ്പോൾ ഇതെല്ലാം കുക്കറിലിട്ട് മഞ്ഞളും ഉപ്പും വെള്ളവും പിന്നെ ഇത്തിരി ഗരം മസാലയും ചേർത്തിട്ട് നമ്മൾ ഒരു 5 വിസിൽ വരുന്നത് വരെയാണ് വേവിക്കാറ്. ഈ രാത്രി കുക്ക് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ രാത്രി അടുക്കളയിൽ ഉണ്ടാവില്ലേ, നമ്മുടെ രാത്രിത്തെ ക്ലീനിങ് പരിപാടി, പാത്രം കഴുകൽ, ആ സമയത്ത് നമ്മൾ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് കുക്ക് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ നേട്ടം എന്ന് പറയുന്നത്, നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് ഡേ ആണ് ഇത് ചെയ്യുന്നത് എങ്കിൽ അന്ന് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് പിന്നെ വർക്കിംഗ് വുമൺ ആണെങ്കിൽ പറയേണ്ട, അതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായി വീണ്ടും രാത്രി കുക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യും. പക്ഷേങ്കിൽ ആദ്യത്തെ ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു ബുദ്ധിമുട്ട്. കാരണം പിറ്റേ ദിവസം അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സഫർ ചെയ്താൽ പിറ്റേ ദിവസം മുതൽ നമ്മൾ റിലാക്സ് ചെയ്യും. കാരണം രാവിലെ എഴുന്നേറ്റാൽ ഒരു പണിയില്ല. എനിക്കിപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റാൽ ചെയ്യേണ്ട ആകെയുള്ളൊരു ജോലി എന്ന് പറയുന്നത് കുക്കിങ്ങിൻ്റെ കാര്യത്തിലാണ്. ദോശ ചുടൽ മാത്രമാണ്. പിന്നെ ഒരു ചട്നി വേണമെങ്കിൽ ഉണ്ടാക്കാം, അത് എൻ്റെ നിർബന്ധമാണ്. ഇവിടെ ആർക്കും നിർബന്ധമില്ല, കാരണം ഓൾറെഡി മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ചട്നി ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, അത്ര തന്നെ. അപ്പോൾ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് ഉണ്ടാക്കും. അതും ഇന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഉണ്ടാക്കണോ വേണ്ടയോന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ബോക്സിലാക്കിയിട്ട് മീനൊക്കെ എടുത്ത് വെച്ച കാണുന്നില്ലേ. അതായത് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു ക്ഷാമവും ഇല്ല മീനിന്.
അപ്പോൾ എപ്പം ടൗണിൽ പോകുമ്പോൾ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ മീൻ ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ അത് നേരെ കഴുകിയിട്ട് ഇങ്ങനെ ഓരോരോ ബോക്സിലാക്കി വെക്കും. അപ്പോൾ എത്ര എടുത്താലും ഇത്തിരി ഞാനത് ബാക്കി ഫ്രീസറിൽ വെക്കും. കാരണം അഥവാ ഏതെങ്കിലും ദിവസം എന്തെങ്കിലും മടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ടൗണിൽ പോകാൻ മടിയൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ ഈ ഒരു മീനെടുത്ത് കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ, അതായത് ഒരു ദിവസം ഇന്ന് വാങ്ങിച്ചാൽ അത് ഇന്നത്തേക്കുണ്ടാവും, നാളത്തേക്കുണ്ടാവും, പിന്നെ നാളെ വേറെ വാങ്ങിക്കും. അപ്പോൾ ഇന്നലത്തെ ബാക്കിയുള്ള ആ ഒരു സംഭവം സെറ്റാക്കി ഉണ്ടാവില്ല, അതെടുത്തിട്ട് അന്ന് യൂസ് ചെയ്യും. പിന്നെ വാങ്ങിയത് കുറച്ചെന്തെടുക്കും, പിന്നെ പിറ്റേ ദിവസം മറ്റേതെടുക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. എന്നാലും ഇത് എൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. കാരണം പിറ്റേ ദിവസത്തേക്ക് അങ്ങ് കരുതി വെക്കും. അപ്പോൾ അത് ഞാനും ചെയ്യാറുണ്ട്. കാരണം നമുക്ക് വേഗം പണി എളുപ്പമായിരിക്കുമല്ലോ. അല്ലാണ്ട് മീനും കൊണ്ട് വരുന്നതും കാത്തു നിന്ന് കട്ട് ചെയ്ത് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തലേ ദിവസം എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് എളുപ്പമായിരിക്കും. അങ്ങനെ കുറച്ച് മീനുള്ളത് മണുങ്ങാണ്. കുറച്ച് അതായത് നമ്മൾ ഇവിടെ മണുങ്ങ് എന്ന് പറയും ഒരു മീൻ, കുറച്ച് മുള്ളുള്ളതാണ്. അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് കുറച്ച് നമ്മുടെ അയക്കൂറയില്ലേ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അയക്കൂറ എന്ന് പറയുന്നത് ചില നാട്ടിൽ നെയ്മീൻ എന്ന് പറയുന്ന മീനാണെന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് എനിക്കറിയില്ലേ. ഇനിയിപ്പോൾ ഇത് മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് മാത്രമേ നാളത്തേക്ക് പൊരിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മീനൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് മഞ്ഞൾ പുരട്ടിയിട്ടാണ് വെക്കുന്നത്. ഉപ്പ് ഇതിലേക്ക് ചേർക്കാറില്ല. ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നതിൽ ഉപ്പ് ചേർക്കാറില്ല. നമ്മൾ ജസ്റ്റ് മഞ്ഞൾ മാത്രം ചേർക്കും, അല്ലെങ്കിൽ ഒന്നും ചേർക്കില്ല, നേരെ അങ്ങ് ഫ്രീസറിൽ വെക്കും. ഇനിയിപ്പോൾ ഈ മസാല പുരട്ടിയത് നാളെയാണ് പൊരിച്ചെടുക്കും. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോഴേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലയുടെ വിസിലൊക്കെ വന്ന് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ കറിക്കായിട്ടുള്ള പുളി വെള്ളത്തിലിടണം. പരിപ്പിൻ്റെ കറിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫുൾ സെറ്റ് ചെയ്ത് വെക്കില്ല കേട്ടോ, ജസ്റ്റ് വേവിച്ചൊക്കെ ഉള്ളൂ. രാവിലെ തേങ്ങ ചേർത്ത്. അപ്പോഴേക്ക് ഇതാ മുരിങ്ങയിലൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മസാല പുരട്ടി വെച്ച മീൻ കണ്ടപ്പോൾ പറഞ്ഞു 2 ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ. കാരണം രാത്രിയത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തലശ്ശേരിയൊക്കെ പോയി വന്നതുകൊണ്ട് തന്നെ ലേറ്റായി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഇനിയിപ്പോൾ അടുത്ത എൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ ഒരു ഉപ്പേരി വെക്കലാണ്. അപ്പോൾ ഇത് നേരെ കഴുകിയിട്ട് ഇതിലേക്ക് മഞ്ഞളും പച്ചമുളകും തേങ്ങയും ഒക്കെ മിക്സ് ചെയ്തിട്ട് നേരെ അങ്ങ് നമ്മുടെ വറവിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ ഒരു മുരിങ്ങയില ഉണ്ടാക്കുമ്പോൾ ഇവിടെ സാധാരണ നമ്മൾ ചമ്മന്തി ആക്കിയിട്ടാണ് തേങ്ങ മിക്സ് ചെയ്ത് വെക്കാറ്. അപ്പോൾ ഇപ്പം എനിക്ക് അതിനൊരു മൂഡ് തോന്നില്ല. അപ്പോൾ പ്ലെയിൻ തേങ്ങ തന്നെ ഞാൻ ഇതിലേക്ക് അങ്ങ് ചേർക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഇതേ പാത്രത്തോടെ തന്നെ അങ്ങ് വെക്കും. കാരണം പാത്രമൊന്നും മാറ്റി വെക്കില്ല. കാരണം രാവിലെ വേണമെങ്കിൽ കുറച്ചൊന്ന് ചൂടാക്കും. ഇത് ഫ്രിഡ്ജിൽ വെക്കില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് അടുക്കളയിൽ തന്നെ അങ്ങ് വെക്കും. ഈ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നന്നായിട്ട് മൂടിയിട്ട് അടുക്കളയിൽ വെക്കും. പിന്നെ അടുക്കളയുടെ ലൈറ്റ് ഞാൻ ഓഫാക്കാറില്ല കേട്ടോ. ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റ് ഞാൻ ഓഫാക്കാറില്ലേ. അപ്പോൾ ഇനി എനിക്കുള്ള പണി എന്ന് പറയുന്നത് ഈ മീൻ കറി ആക്കണം, പിന്നെ നമ്മുടെ നാളത്തേക്കുള്ള ദോശക്ക് അരക്കുകയും ചെയ്യണം. ഈ ഒരു 2 കാര്യങ്ങളെ ഇനി ചെയ്യാനുള്ളൂ. അപ്പം മീൻകറിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി, പ്രത്യേകിച്ച് വടകരക്കാരുടെ മീൻകറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മീൻകറി അവിടെ ആവുന്ന ആ ഒരു ഗ്യാപ്പിൽ ദോശക്കും അരച്ച് വെച്ചു. പിന്നെ ഇനി മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചോറാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ എങ്ങനെയാണെന്ന്. നമ്മൾ റൈസ് കുക്കറിന് പകരം വെക്കുന്ന ഒരു മെത്തേഡാണിത്. നമ്മൾ ചെമ്പിൽ ചൂടുള്ള വെള്ളം തിളപ്പിക്കുക, എന്നിട്ട് അരിയിടുക, എന്നിട്ട് വെള്ള കളർ പതയാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. അത്ര തന്നെ. ഇനിയിപ്പോൾ നാളെ രാവിലെയാണ് ഇത് ചോറ് വീണ്ടും ഒന്ന് തിളപ്പിച്ചിട്ട് വാർക്കുന്നത്. അപ്പോൾ നല്ല വേവുള്ള അരി മാത്രമാണ് ഇങ്ങനെ ചെയ്യാം. നമ്മുടെ അടുത്ത് ഇവിടെ സപ്തഗിരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വേവുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല എളുപ്പത്തിൽ വെന്ത് കിട്ടും. പിന്നെ ഗ്യാസും അധികം പോകും. അങ്ങനെ ദോശക്കൂട്ട് അരച്ച് വെച്ചിട്ട് 2 ദിവസത്തേക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടാതെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. മറ്റേത് നാളത്തേക്കുള്ളത് ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലീനിങ് ആണ്. സ്റ്റാൻഡൊക്കെ തുടച്ച് പാത്രങ്ങളും കുറച്ച് കഴുകാനുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രങ്ങൾ കഴുകുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഈ കുക്കിങ്ങും കഴിച്ചത്. ഇനിയിപ്പോൾ ഈ കുക്കിങ്ങിൻ്റെ ഇടയിൽ വന്ന പാത്രങ്ങളില്ലേ, അതും ഒന്ന് കഴുകി വെക്കട്ടെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞു. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം രാവിലെ എഴുന്നേറ്റാൽ എനിക്കൊരു ദോശ മാത്രമേ ചുടുണ്ടോ, പിന്നെ ഒരു മീൻ ഫ്രൈ ചെയ്യണം, വേണമെങ്കിൽ ചട്നി ആക്കണം, ബാക്കി ഒന്നുമില്ല. ചോറ് നമ്മൾ നേരെ ഡയറക്റ്റ് ആ ഗ്യാസുമ്മ തന്നെയാണ് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്ന് കത്തിച്ചിട്ട് വാർക്കുകയും ചെയ്യണം. അപ്പോൾ വേറെ ജോലികളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ക്ലീനിങ്ങിന് എന്തെങ്കിലും രാവിലെ എഴുന്നേറ്റാൽ അടിക്കൽ തുടക്കൽ അങ്ങനെ വേണമെങ്കിൽ അത് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാം.
എന്തും ചെയ്യാം. പിന്നെ രാവിലെ എനിക്ക് 10 മണിയാകുമ്പോഴത്തേക്ക് ക്ലാസ്സിലും പോകണം. അപ്പോൾ ഞാൻ നല്ല ഫ്രീ ആണ്. അപ്പോൾ ഉച്ചക്ക് നേരെ വന്ന് ഫുഡ് കഴിക്കുക. ഉച്ചയാകുമ്പോഴത്തേക്ക് എനിക്ക് ഈ ഉപ്പേരിയും ബാക്കിയുള്ള സാധനങ്ങൾ ഒക്കെ ഉച്ചയാകുമ്പോഴത്തേക്ക് വേണ്ടു. ആകെ കറിയും ചോറും മാത്രമാണ് രാത്രി. കാരണം രാത്രി ഇത്തിരി ചോറ് ഇവിടെ എല്ലാവർക്കും ഇത്തിരി നിർബന്ധമാണ്. ബാക്കി എന്തെങ്കിലും വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കും. ഗോതമ്പിൻ്റെ പുട്ടോ റവേൻ്റെ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. അതിന് ഈ മീൻകറി തന്നെ പോവും. അപ്പോൾ ഈ മീൻകറി ഒന്നും ആവത്തില്ല കേട്ടോ. അങ്ങനെ സംഭവമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 10:30 ആയിട്ടുണ്ട്. 10:30 അല്ലെങ്കിൽ നമ്മൾ ഫോണും നോക്കിയിട്ട് വെറുതെ 11 വരെ ഇരിക്കും. അപ്പോൾ ആ സമയത്ത് ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാം ഫ്രീ ആണ്. പിന്നെ ഇനിയിപ്പോൾ ഒന്നുമില്ല, വെള്ളം എടുത്ത് നേരെ ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഇല്ലേ, അപ്പോൾ കുറച്ചൊരു വെളിച്ചം ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ അടുക്കളയിൽ തീരെ വെളിച്ചമില്ല. അപ്പോൾ വാങ്ങിച്ചതാണ് ഈ സ്ട്രിപ്പ് ലൈറ്റ്. അതുകൊണ്ട് കുറച്ചൊരു വൈബ് എനിക്കും അടുക്കളയിൽ പണിയെടുക്കാൻ എനിക്കൊരു സുഖമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോട്ടോ, നല്ലതാണ്. ആമസോണിലുണ്ട് 300 സംതിങ് അങ്ങനെ റേറ്റ്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഫോളോ ചെയ്താൽ മതി, അല്ലാത്തവർ വിട്ടേക്കട്ടോ.